ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലിയുടെ റെസിപ്പി നോക്കാം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഓറഞ്ച് ജെല്ലിയാണ്. നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് നമ്മൾ ജെലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കോൺഫ്ലോർ വെച്ചിട്ടാണ് നമ്മൾ ഈ ജെല്ലി ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ജെല്ലിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് അത്ര വലിയ ഓറഞ്ച് അല്ല, ഒരു മീഡിയം സൈസിലുള്ള ഓറഞ്ച് ആയതുകൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലോറും കുറച്ച് പഞ്ചസാരയും അല്പം ഓറഞ്ച് എസൻസും എടുത്തിട്ടുണ്ട്. ഓറഞ്ച് എസൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓറഞ്ചിൻ്റെ എസൻസ് മേടിക്കാൻ കിട്ടും, അതിൻ്റെ ആ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിനാണ്. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ഓറഞ്ച് ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അതിൻ്റെ ആ ജ്യൂസ് എടുത്തതിന് ശേഷം ഈ കോൺഫ്ലോറിൻ്റെയും പഞ്ചസാരയുടെയൊക്കെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയാം. പിന്നെ നിങ്ങൾ ഈ ഓറഞ്ച് ജ്യൂസ് എടുക്കുമ്പോൾ അതിൻ്റെ ആ സീഡൊക്കെ മിക്സിയിലോ അല്ലെങ്കിൽ ജ്യൂസറിലോ ഒക്കെ ഇട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ സീഡ് റിമൂവ് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ കയ്പ്പ് രസമായിരിക്കും നമ്മുടെ ഓറഞ്ച് ജ്യൂസിന്. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ഇതിനകത്താണ് ഇതൊന്ന് സ്ക്വീസ് ചെയ്താണ് ഈ ഓറഞ്ച് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് ഇവിടെ ഇതുപോലെ ഒന്ന് നെടുകെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കുക. ഇങ്ങനത്തെ ഒരു പാത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആ സീഡൊന്നും ഇതിലേക്ക് പോകത്തുമില്ല, നമുക്ക് ആ ഓറഞ്ചിൻ്റെ നീര് നന്നായിട്ട് എടുക്കാനും പറ്റും. അതുകൊണ്ടോ ഇപ്പോൾ ആ നീര് ഇതിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈ ബാക്കിയുള്ള ഓറഞ്ചുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സ്ക്വീസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ഓറഞ്ചിൻ്റെ നീര് മുഴുവൻ ഇവിടെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്കിതിപ്പോൾ ആ 5 ഓറഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 275 ml, അതായത് 1 കപ്പും പിന്നെ ഒരല്പം കൂടി ഓറഞ്ച് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ പ്യുവർ ആ ഓറഞ്ച് ജ്യൂസ് തന്നെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. നമുക്കപ്പം ഈ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ എൻ്റെ ഓറഞ്ച് ജ്യൂസിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഞാനിതിലേക്ക് വളരെ കുറച്ച് ഒരു 1-1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ആ ഓറഞ്ച് ജ്യൂസ് ഒരു സോസ് പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം പൊടിച്ച പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളിപ്പോൾ കൂടുതൽ അളവ് ഇതെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവും കൂട്ടണം കേട്ടോ. ഇതിനെയും അല്പം പോലും കട്ടയില്ലാതെ ഒന്ന് ഈ ഓറഞ്ച് ജ്യൂസുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ആ ഓറഞ്ച് ജ്യൂസും അതുപോലെ കോൺഫ്ലോറും പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുപ്പത്ത് വെച്ച് അല്പനേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിവശം അങ്ങ് കട്ട ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ എടുക്കാതെ കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു 3-4 മിനിറ്റ് ഞാനിതിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ കാണാം അതൊന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ കളറും കുറച്ചൊന്ന് ഡാർക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഓറഞ്ച് എസൻസ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഒന്ന് 1-2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കിയാൽ കാണാം ഇത് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു പോരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരല്പസമയം കൂടി ഒന്ന് ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ആ ഒരു ജെല്ലിയുടെ കൺസിസ്റ്റൻസിയൊക്കെ ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നമുക്കൊരു 1 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഏതെങ്കിലും മോൾഡിലേക്കോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സിലേക്കോ ഒന്ന് മാറ്റാം. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയ ഇങ്ങനെ ബീറ്റിലിൻ്റെയും ബട്ടർഫ്ലൈയുടെയൊക്കെ ഡിസൈൻ വരുന്ന ഒരു സിലിക്കോൺ മോൾഡിലേക്കാണ് മാറ്റുന്നത്. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചെറിയ ഗ്ലാസ്സസ് ഉണ്ടെങ്കിൽ അതിലേക്കാണെങ്കിലും നമുക്കൊന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ മോൾഡിലേക്കും അതുപോലെ ഗ്ലാസ്സിലേക്കും ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള മോൾഡായതുകൊണ്ട് ഇത്രയുമേ എനിക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇതിനെയും പുറത്ത് വെച്ച് തണുപ്പ് അല്പം ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2-3 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസറിൽ വെച്ചാൽ അങ്ങ് വല്ലാതെ ഐസ് പോലെ ആയി പോകും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 മണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറോളം ആയിട്ടുണ്ട്. 3 മണിക്കൂറെന്ന് ഞാൻ പറഞ്ഞെങ്കിലും കുറച്ചുകൂടി ഒന്ന് സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 4 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് പതുക്കെ ഒരു നൈഫ് വെച്ച് ഇതുപോലെ ഒന്ന് വേർപെടുത്തി കൊടുക്കാം. ഈ സിലിക്കോൺ മോൾഡിലുള്ളത് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ വിട്ട് കിട്ടും കേട്ടോ. അതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് തട്ടി കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വീണ് കിട്ടും. ഇത് കണ്ടോ, നല്ല ആ ജെല്ലി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മോൾഡുകളിൽ നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുള്ള ഇതും നമുക്കൊന്ന് വിടിയിച്ചെടുക്കാം. ഇത് കണ്ടോ, പതുക്കെ ഇങ്ങനെ താഴെ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെ വിട്ട് കിട്ടും. കണ്ടോ, ഇത് ഞാനിവിടെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ആ നല്ല ഇങ്ങനെ വൊബിളുണ്ട് നമ്മളിങ്ങനെ കുലുക്കി നോക്കുമ്പോൾ. ഇതുപോലെ ബാക്കിയുള്ള ആ ജെല്ലി കൂടി നമുക്കൊന്ന് ഈ മോൾഡിൽ നിന്ന് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ജെല്ലിയെല്ലാം ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വല്ല ഷേപ്സൊക്കെയുള്ള സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ ജെല്ലിയുടെ മിക്സ് ഒഴിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാനൊന്ന് കാണിക്കുന്നത് കണ്ടോ, നല്ല ആ ജെല്ലിയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ജെല്ലികൾക്കകത്ത് അവരെന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇതിനകത്ത് നമ്മൾ വേറെ അങ്ങനെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ചേർത്തിട്ടില്ല. ഓറഞ്ച് ജ്യൂസും പഞ്ചസാരയും മൈദയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മൈദ അല്ല, കോൺഫ്ലോർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നമുക്കിതുപോലെ വളരെ ഭംഗിയുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.